മനസ്സിനെ ശക്തിപ്പെടുത്താനും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാനും പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഒന്നാമതായി, പുഞ്ചിരിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തുക. പുഞ്ചിരിക്കുക എന്നത് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ മാത്രമല്ല, നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നതിനും സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഇത് വളരെയധികം നമ്മെ സഹായിക്കും. പിന്നെ നേരത്തെ ഉണരുക. ഒരു ദിവസം നല്ല ഉന്മേഷത്തോടെ ആരംഭിക്കുന്നതിനും മനസ്സിന് കുളിർമ നൽകുന്നതിനും നേരത്തെ എഴുന്നേൽക്കുന്നതും അടുക്കം ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. കഴിയുമെങ്കിൽ ഒരു പുസ്തകമെങ്കിലും വായിക്കുക. വിഷയം ഏതുമായിക്കോട്ടെ. ഒരു ദിവസം കൊണ്ട് തീർക്കാനല്ല, നിങ്ങളുടെ ഒഴിവു സമയങ്ങളിലുള്ള വായനാശീലം മനസ്സിനെ ദൃഢപ്പെടുത്തും. അതുപോലെ മോട്ടിവേഷൻ ടോക്സുകളും നല്ല നല്ല കോട്സുകളും ഒക്കെ കേൾക്കുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ ഒഴിവു സായാഹ്നങ്ങളിലും അതുപോലെ കിച്ചൺ വർക്കിംഗ് ടൈമിലുമൊക്കെ ഇതുപോലുള്ള മോട്ടിവേഷൻ കോട്സുകൾ കേൾക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റം വരുത്തും, നല്ല ആത്മവിശ്വാസവും നൽകും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടാനും സമാധാനം നേടിയെടുക്കാനുമൊക്കെ ഈ മെഡിറ്റേഷനും യോഗയൊക്കെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടി റിലാക്സായി ഇരിക്കാനെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ശ്രമിക്കുക. കഴിയുന്നത് പോലെയൊക്കെ എക്സസൈസ് ചെയ്യുക. ചെറിയ രീതിയിലുള്ളതാണെങ്കിലും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇത് ശരീരത്തിന് ആരോഗ്യം നൽകുന്നു എന്ന് മാത്രമല്ല, രോഗങ്ങൾ ഇല്ലാതാക്കുകയും നമ്മുടെ മനസ്സിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. രാവിലെയും വൈകുന്നേരവും കുറച്ചു നേരം നടക്കാനെങ്കിലും ശ്രമിക്കുക. മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാനാകും. അതുപോലെ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. വിവാഹം, കുട്ടികൾ ഒന്നും ഇതിന് തടസ്സമാകാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരു പുതുമ കണ്ടെത്താൻ ശ്രമിക്കുക. കുക്കിംഗ്, പാരന്റിംഗ് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അതുപോലെ യാത്രകൾ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഇത് മനസ്സിന് വളരെയധികം സമാധാനം നൽകും. പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ കാഴ്ചകൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും കുറയ്ക്കും. ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും കൂടിയ ചെറിയ ചെറിയ യാത്രകളാണെങ്കിൽ പോലും ഒന്നും മിസ്സാക്കാതിരിക്കുക. പിന്നെ എന്തും പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കുക. ഇത് നമ്മുടെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും ആകുലതയും ഒക്കെ ഇല്ലാതാവാൻ കാരണമാകും. അത് നമുക്ക് ഒരുപാട് സമാധാനം നൽകും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ സേവിങ്സ്. നമുക്ക് കിട്ടുന്നത് എത്ര ചെറിയ തുകയാണെങ്കിലും അതിൽ നിന്നൊരു 10 രൂപയെങ്കിലും നമ്മുടെ നാളേക്കായി, നമ്മുടെ ഭാവിയിലെ സമ്പാദ്യത്തിനായി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയമായിരിക്കും. മാത്രവുമല്ല, നമ്മുടെ ഭാവിയിൽ നമുക്കൊരു ആശ്വാസമായി മാറുകയും ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഒരു അടുക്കും ചിട്ടയും എല്ലാ കാര്യത്തിലും കൊണ്ടുവരിക. വീടിനകത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുവരിക. സ്വന്തമായ ഒരു വരുമാനം എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ കൂടി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടുപിടിക്കുക. സ്വന്തമായ വരുമാനം അത് എത്ര ചെറുതാണെങ്കിലും മനസ്സിന് വളരെയധികം റിലാക്സേഷൻ നൽകും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കാനും മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന പ്രവൃത്തികൾ നിങ്ങളാൽ കഴിയും വിധം ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിന് ശക്തിയും സമാധാനവും കുളിർമയും നൽകുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.